കേസിൽ 10,98,00,000 രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി ഇ ഡി. എൻഫോഴ്സ്മെന്റ് കൊച്ചി സോണൽ ഓഫീസാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഏറെ രാഷ്ട്രീയപരമായി തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ കരുവന്നൂർ കള്ളക്കടത്ത് കേസ്, കള്ളപ്പണ കേസ്. ഇതിലാണിപ്പോൾ ഇ ഡിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ നടപടി ഏതു രീതിയിലാണ്? സ്വാതി, നിലവിൽ 128 കോടി രൂപയുടെ സ്വത്താണ് ആകെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇന്ന് 10,98,00,000 രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇവർ കണ്ടുകെട്ടിയിട്ടുണ്ട്. അതിൽ 24 വസ്തുക്കളും ഒപ്പം തന്നെ ഒരു കാറും ആണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരയിടമടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിരവധി അറസ്റ്റുകൾ നടന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നടപടി കൂടി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി സോണൽ ഓഫീസാണ് PMLA ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 128 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിക്കഴിഞ്ഞു സ്വാതി. എന്നാൽ ഈ സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അതിലെ ഉദ്യോഗസ്ഥരും അധികാരികളും അടക്കമുള്ള ആളുകൾ, ബാങ്ക് മാനേജ്മെൻറ്റ് അടക്കമുള്ള ആളുകൾ കോടതിയെ സമീപിച്ചിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി നിരന്തരമായ ഒരു തർക്കത്തിലേക്കും ഇത് വഴിവെച്ചിട്ടുണ്ട് സ്വാതി. ശരി സഹിൻ ആന്റണി, കരുവന്നൂരിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു. എൻഫോഴ്സ്മെന്റ് കൊച്ചി സോണൽ ഓഫീസിൻ്റെതാണ് നടപടി.